ക്ലാസ്സിലെ ചക്കര കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മൾ മാത്സിൻ്റെ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ലെറ്റ്സ് കൗണ്ട് അല്ലേ, എണ്ണി തുടങ്ങാം. ആ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? സംഖ്യകളെ എണ്ണി 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 നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ മിസ് ഇന്നൊരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. മിസ്സിൻ്റെ പുറകിലൊരു കുട്ടി അടിപൊളി സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന മക്കൾ കാണുന്നുണ്ടോ? ആൾ തിരക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയോ? നിങ്ങളെപ്പോലൊരു കുഞ്ഞു കുട്ടി സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഓടി എങ്ങോട്ടോ പോവാണ് നല്ല തിരക്കിട്ട്. എങ്ങോട്ടാണ്? ഈ കൂട്ടുകാരെ മാത്രമല്ല, നോക്കിക്കേ, രണ്ടുപേരും കൂടെ സൈക്കിൾ എടുത്ത് കുതിച്ച് പായുന്നുണ്ട്. എന്താ സംഭവം? എല്ലാവരും സൈക്കിളും എടുത്ത് ഓടുന്നുണ്ടല്ലോ. എന്തായിരിക്കും സംഭവം? കുഞ്ഞു കൂട്ടുകാർക്ക് അറിയണോ? എന്താണെന്നറിയണോ? അത് ചോദിക്കട്ടെ. എല്ലാവർക്കും സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ദാ മിസ്സിൻ്റെ പുറകിൽ കാണുന്ന ഈ കൂട്ടുകാർക്കും സൈക്കിൾ ഓടിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സൈക്കിളൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? അതാ പ്ലേ ഗ്രൗണ്ടിലോട്ടാണ് അവരെല്ലാം ധൃതി പിടിച്ച് ഓടുന്നത്. പ്ലേ ഗ്രൗണ്ടിൽ എന്താ സൈക്കിളുമായിട്ട് ഓടുന്നത്? എന്താ കാര്യം? കളിക്കാനാണോ? നോക്കിക്കേ, അവിടെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ? ഇല്ല. രണ്ട് കൂട്ടുകാരവിടെ അത്ഭുതത്തോടെ എന്തോ നോക്കി നിൽപ്പുണ്ട്. പിന്നെ രണ്ടുപേര് ഇതാ സ്കൂട്ടിയിൽ പാഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇങ്ങോട്ടാണ് അവരും വരുന്നത്. പക്ഷെ അവർ കളിക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? ആണോ? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ദാ ഇവിടെ ഒരു മൈതാനം കാണുന്നുണ്ടോ? ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു സൈക്കിൾ റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ആ റേസിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സൈക്കിൾ ഓടിച്ചിട്ട് ആരാണ് ഫസ്റ്റ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇവരിതാ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. കണ്ടോ? അപ്പോൾ ഇനി എന്താണ്? ഈ സൈക്കിൾ റേസിൽ പങ്കെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കണ്ട ആൾക്കാരെല്ലാം പാഞ്ഞു വരുന്നത്. അപ്പോൾ എത്ര പേരാണ് ഈ സൈക്കിൾ റേസിൽ പങ്കെടുക്കുന്നതെന്നറിയോ? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ മുന്നിലോട്ട് പാഞ്ഞു കുതിച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര പേരാണ് ഈ സൈക്കിൾ റേസിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന്. നോക്കിയാലോ? റെഡിയാണോ? അപ്പോൾ മിസ്സിനൊപ്പം എല്ലാവരും എണ്ണണം കേട്ടോ. മിസ് എണ്ണുന്നതിനൊപ്പം എല്ലാ കുഞ്ഞുമക്കളും എണ്ണണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരാൾ പാഞ്ഞെത്തി. 1 2 3 4 5 6 7 8 9. കഴിഞ്ഞോ? ഇല്ല. അതാ നോക്കിക്കേ, ഒരാളൂടെ വന്നു. 9ൻ്റെ കൂടെ ഒന്നുകൂടെ വന്നാൽ എന്താണ്? കുഞ്ഞു കൂട്ടുകാർക്ക് അറിയോ? 9 വരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. 9ൻ്റെ കൂടെ ഇവിടെ ഒരാൾ കൂടെ കൂടുതൽ വന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റും? 9 കഴിഞ്ഞാൽ പിന്നെ ആരാണെന്നൊന്ന് നോക്കിയേ, ഓർത്ത് നോക്കിയേ. 9 കഴിഞ്ഞാൽ പിന്നെ ആരാന്നറിയോ? 10 ആണ്. അപ്പോൾ 9 കഴിഞ്ഞാൽ ആരാണ്? 10. മലയാളത്തിൽ എങ്ങനെ എണ്ണാ? ഒന്ന് എണ്ണി നോക്കാം. ഒന്നുകൂടെ നമുക്ക് എണ്ണി നോക്കാം. മിസ്സിനൊപ്പം എല്ലാവരും എണ്ണണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞാൽ ആരാണ്? 10. 10 എന്നാണ് എണ്ണുക കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം മിസ്സിനൊപ്പം എല്ലാവരും എന്ത് ചെയ്യുക? മിസ് ഇവിടെ എഴുതുന്നതിനൊപ്പം എൻ്റെ കുഞ്ഞു മക്കളെ എല്ലാവരും ബുക്കും പേനയും ഒക്കെ എടുത്തിട്ട് അതിൽ മിസ്സിൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞിട്ട് അതൊന്ന് എഴുതാവോ? എല്ലാവരും എഴുതണേ.
അപ്പം നമുക്ക് എഴുതാം. 1 2 3 4 5 6 7 8 9 10. എല്ലാവരും എഴുതിയോ മിസ്സിനൊപ്പം? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വായിക്കുക? എങ്ങനെയാണ് പറയുക? 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 10 ആണ്. ഈ 10 എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? നമ്മുടെ ആദ്യത്തെ 1 എഴുതി, അതിൻ്റെ തൊട്ടടുത്ത് എന്ത് കൊടുത്തു? ഒരു 0 കൊടുത്തു ഇല്ലേ? ഒരു 0 കൂടെ കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ 10. 10 എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, 10. ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷിൽ നമ്മൾ പറയും 10 എന്ന്. എന്താ പറയുക? 10. എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എണ്ണി നോക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ? ഒന്നുകൂടെ നമുക്ക് എണ്ണി നോക്കാവേ. നോക്കിക്കോ, നമ്മൾ എണ്ണം കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ എണ്ണിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂടെ വന്നോ? എല്ലാവർക്കും കിട്ടിയോ? അപ്പോൾ എല്ലാവരും 10 വരെ എണ്ണാൻ വേണ്ടിയിട്ട് പഠിച്ചോ? അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ കുഞ്ഞു കൂട്ടുകാരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ബുക്ക് എടുത്തിട്ട് ഇതുപോലെ മിസ് ഇപ്പോൾ എണ്ണി കാണിച്ചതുപോലെ എണ്ണി 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 ഈ സംഖ്യകളെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ട് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. എഴുതി പഠിക്കണേ. റെഡിയാണോ? എല്ലാവരും എഴുതില്ലേ? അപ്പോൾ മിസ്സിൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.